ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കുക, ഇത് എവിടെ നിന്ന് കിട്ടുക, നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മെനക്കെട്ടുള്ളൊരു പരിപാടിയാണ്. കുറേ നേരം ചട്ടിയിലിട്ടിട്ട് ഇളക്കുകയൊക്കെ വേണം. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു കടുമാങ്ങ ഡിഷ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ കരുതി എല്ലാവർക്കും ഈസി ആക്കിയിട്ട് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ സീക്രട്ട് റെസിപ്പി നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പം എല്ലാവർക്കും അത് ഉണ്ടാക്കാമല്ലോ. മാങ്ങ നമുക്ക് എല്ലാവരുടെ പരിസരത്ത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കത് വാങ്ങിയിട്ടുണ്ടാക്കാമെന്ന് കരുതി. ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്രട്ട് റെസിപ്പിയാണ് കേട്ടോ. ഇതുവരെ ആരും ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെയാണ് ചോദിക്കാറ്. പിന്നെ റിലേറ്റീവ്സൊക്കെ ചോദിക്കുകയാണെങ്കിൽ കൂടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കാറുണ്ട്. കാരണം അത്രയൊരു സീക്രട്ട് റെസിപ്പിയാണ്. അതുകൊണ്ട് ആർക്കും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം കടുമാങ്ങയുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ ഉണ്ടാക്കിയോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇപ്പം ഈസ്റ്ററൊക്കെ ആണല്ലേ. ഈസ്റ്റർ പെസഹ വ്യാഴം തൂക്ക വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ടും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെയായിരിക്കും മെയിൻ ഡിഷ് എന്ന് പറയുന്നത്. അപ്പം വീടുകളിൽ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. കടുമാങ്ങ ഉണ്ടാക്കാൻ മൂവാണ്ടമാങ്ങ മൂത്തതാണ് എടുക്കേണ്ടത്. ഉള്ളിൽ ഒരു ലേശം മഞ്ഞ നിറം വന്ന മാങ്ങയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതിനായിട്ട് ഞാൻ 2 കിലോ മാങ്ങയാണ് ഇവിടെ എടുത്തു കൊടുക്കണത്. അത് കഴുകി വെള്ളം വാര വയ്ക്കുക. എന്നിട്ട് ഒരു വലിയ ചെമ്പിൽ വെള്ളം വെച്ചിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് വെക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ മാങ്ങ പുഴുങ്ങാനാണ്. നമ്മൾ മാങ്ങ 3 ഭാഗമായിട്ട് മുറിക്കുക. 2 സൈഡും ഒരു നടുഭാഗവും ഉണ്ടാവും. ഞാൻ ഇതിൽ കാണുന്ന പോലെ മുറിച്ചിട്ട് അത് ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലിട്ടിട്ട് നല്ലപോലെ മാങ്ങ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറ്റി എടുത്ത് വയ്ക്കുക. മാങ്ങ ഏകദേശം ഞാനിതിൽ കാണിക്കണ ആ വേവ് വരും. അതിൻ്റെ തൊലിയുടെ കളറ് മാറും കേട്ടോ. അതുവരെ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. അതിന് ശേഷം വെള്ളത്തിൽ നിന്ന് വാർത്ത് വയ്ക്കണം. പിന്നെയാണ് നമ്മൾ ഒരു ചെറിയ ചീനച്ചട്ടിയിൽ ഒരു ലേശം നല്ലെണ്ണ ഒഴിച്ചിട്ട് ഉലുവ കടുക് കുറേശ്ശെ ഇട്ടിട്ട് മൂപ്പിച്ച് വയ്ക്കുക. അങ്ങനെ ആ മൂപ്പിച്ച് വെച്ചിട്ട് പുറത്തേക്ക് എടുത്ത് വയ്ക്കുക, മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം അത് പൊടിക്കുക മിക്സിയിലിട്ടിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ ചീനച്ചട്ടി വയ്ക്കുക അടുപ്പത്ത്. എന്നിട്ട് അതിൽ നല്ലെണ്ണ കുറച്ച് തോന ഒഴിക്കുക. എന്നിട്ട് അത് മൂത്ത് കഴിഞ്ഞാൽ അതിൽ മുളക് പൊടി ഒരു 2 സ്പൂണ് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. ആ മുളക് പൊടി ഇടുക. മുളക് പൊടി മൂത്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ അതിൽ മല്ലിപ്പൊടി 4 സ്പൂൺ ഇടുക. മല്ലിപ്പൊടി ഇളക്കിയതിന് പിന്നാലെ മാങ്ങ അതിൽ ചെരിയുക. മാങ്ങ ചെരിഞ്ഞ് ഇളക്കിയിട്ട് കായത്തിൻ്റെ പൊടി കുറച്ച് വെതറിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് അത് വെതറിയിട്ടിട്ട് നല്ലപോലെ ഇളക്കുക. ഒപ്പം നമ്മൾ ഉലുവ കടുക് പൊടിച്ച് വെച്ചത് അതിലേക്ക് ചെരിയുക. എന്നിട്ട് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കണം. നമ്മൾ മാങ്ങ പുഴുങ്ങിയതാണെങ്കിലും മസാലയിൽ ഉപ്പുണ്ടാവില്ല. അപ്പോൾ ആ ഉപ്പ് ഒരു നുള്ളിട്ടിട്ട് പാകത്തിനാക്കിയിട്ട് എടുക്കുക. പിന്നെ കുറച്ച് നേരം നല്ലപോലെ ഇളക്കി നിൽക്കുന്നതിന് ശേഷം അത് തീ ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ കടുമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കുന്നംകുളം കടുമാങ്ങ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി നമുക്കിത് കഴിച്ച് നോക്കി നോക്കാം കേട്ടോ. ചെറിയ ചൂടൊക്കെ ആറിയതിന് ശേഷം ചെറിയൊരു ചൂടിൽ കേട്ടോ, അധികം ചൂടിലാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു ചൂടിൽ എടുത്തിട്ട് ആ മസാല ആ മാങ്ങയിൽ കംപ്ലീറ്റ് പരത്തി കൊടുക്കുക. എന്നിട്ട് ഡയറക്റ്റ്ലി ഇതിങ്ങനെ ഒന്ന്
അമർത്തി കൊടുക്കുക, 2 ഭാഗം കൂട്ടി പിടിച്ചിട്ട്. എന്നിട്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ വേറെ ഒന്നും വേണ്ട. ഇത് സെപ്പറേറ്റ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ദുഃഖ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെറു ചൂടുള്ള കഞ്ഞിയും മുതിരപ്പേരിയും പപ്പടും ഇതൊക്കെ കൂടിയിട്ടാണ് കഴിക്കാട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. അപ്പം റെസിപ്പി അപ്പോൾ എല്ലാവരും കടുമാങ്ങ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ, എങ്ങനെ ഉണ്ടായിരുന്ന റെസിപ്പി, നിങ്ങൾ ആദ്യമായിട്ടാണോ ഇത് കഴിക്കുന്നത് എന്നുള്ളതെല്ലാം അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. കമൻറ്റ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ ഡിഷസുകളും പല വീഡിയോസുകളും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.